അപ്പോൾ ഞാനിത് കണ്ടിട്ട് മെസ്സേജ് ഇട്ടു. ഇത് കണ്ടു കഴിഞ്ഞാൽ ഋതപ്പൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഋതപ്പൻ്റെ കൂടെ പഠിക്കുന്നവരാണെങ്കിലും ഇപ്പം മിക്ക പിള്ളേരാണെങ്കിലും പോലും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതൽ. അപ്പം അതുവരെ കാണുന്നതായിരിക്കും. അപ്പം അവനെങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ള കാര്യം ഞാൻ അമ്മയടുത്ത് പറഞ്ഞപ്പോൾ അമ്മ എനിക്ക് തന്ന റിപ്ലൈ, ഞാൻ ചെയ്തതിൽ എനിക്ക് മോശമായിട്ടൊന്നും തോന്നുന്നില്ല, എനിക്ക് അതിൽ നിന്ന് 2.5 ലക്ഷം രൂപ 3 ലക്ഷം രൂപ കിട്ടുന്നുണ്ട്. ഞാനൊന്നും തിരിച്ച് റിപ്ലൈ എടുക്കാൻ പോയില്ല. ഞാൻ അവിടെ വെച്ചിട്ട് ക്ലോസ് ചെയ്തു ആ ചാപ്റ്റർ. ഈ വീട്ടിൽ വന്ന അഹങ്കാരം കാണിക്കാൻ നോക്കത്തില്ല. കാരണം ഇവിടെ പല നാട്ടുകാർ അത് നാട്ടിലുള്ള ആൾക്കാർ അതിനെപ്പറ്റി ഇപ്പൊ ചർച്ച ചെയ്തോളണം. വിവരങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ. ഞാൻ ഇപ്പോഴാണ് ഇതിനെപ്പറ്റിയൊക്കെ അറിയുന്നത്. ഈ പുള്ളിക്കാരൻ ഇങ്ങനെ പല കാര്യങ്ങളിൽ കേസിൽ പെട്ടെന്നൊക്കെ ഉള്ളവർ ഞാൻ പോലീസുകാർ പറഞ്ഞായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ പല കാര്യങ്ങൾ അറിയുന്നുണ്ട്. നമുക്ക് രണ്ടുപേർക്കും അറിയുന്ന പല കാര്യങ്ങളുണ്ട് അല്ലെ കിച്ചു? ഫ്യൂച്ചർ വരെ ബാധിക്കുന്ന കാര്യങ്ങളുണ്ട്. സോ അതെന്നെ കൊണ്ട് പറയിപ്പിക്കരുത് കിച്ചു. എന്റെ കുഞ്ഞ് നിന്നെ ചേട്ടനായിട്ട് കണ്ടുപോയി, ഇനി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കിച്ചു. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയും രേണുസുതിയും കിച്ചുവും ബിഷപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ്. ഈ വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ടും ഒരു കാര്യം നിങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കണം. അതുമാത്രവുമല്ല, കിച്ചുവിനെ രേണു എന്തിനാണ് പുറകെ നടന്ന് ഉപദ്രവിക്കുന്നത് എന്നുള്ള ഒരു കാര്യവും ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ വ്യക്തമാക്കി തരാം. അതുകൊണ്ട് തന്നെ കിച്ചുവിനെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ രേണുസുതിയും കിച്ചുവും തമ്മിലുള്ള വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം വ്യക്തമായിട്ട് കമന്റ് ചെയ്യണം. അതുമാത്രവുമല്ല, ഇവിടെ ഇന്നലെ ബിഷപ്പ് കൊടുത്ത ഒരു ഇന്റർവ്യൂവിന്റെ അകത്ത് ബിഷപ്പ് പറഞ്ഞ കാര്യങ്ങളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം കൂടെ കമന്റ് ചെയ്യാൻ മറക്കരുത്. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു വീഡിയോ അല്ല, ഒരു പോസ്റ്റാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. രേണുസുതി ഇട്ട ഒരു പോസ്റ്റാണ്. ആ പോസ്റ്റിൽ രേണുസുതി പറയുകയാണ്, അകലം കുറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബൊക്ക ഈ പറയുന്ന കൊല്ലം സുധിയുടെ ഫോട്ടോയുടെ അടുത്ത് പൂമാല ഇട്ട് വെച്ച ഫോട്ടോയുടെ അടുത്ത് വെച്ചിരിക്കുന്നു. രേണുസുതി ഇവിടെ നിൽക്കുന്നു, രേണുസുതി അവിടെ ഇരിക്കുന്നു. എന്നിട്ടാണ് അകലം കുറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റ് അവിടെ ഇട്ടിരിക്കുന്നത്. അതായത് തന്റെ ജീവിതം ഏതാണ്ടൊക്കെ തീരാറായി എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരി അത് ഇട്ടിരിക്കുന്നത്. ഇങ്ങനെ ഫേസ്ബുക്കിൽ, ഇൻസ്റ്റാഗ്രാമിൽ, യൂട്യൂബിൽ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ രേണു ഉണ്ടാക്കി വിട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. ഡോക്ടർമാർ രേണുവിനോട് പറഞ്ഞിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നിന്ന് കുറെ അകന്നു നീക്കണം, അത് മാത്രമല്ല കുറെ ആളുകളോടുള്ള ഒരു സമ്പർക്കമൊക്കെ ഒഴിവാക്കണം, ഇത് നിങ്ങളുടെ രോഗത്തെ ബാധിക്കും എന്നൊക്കെ പറഞ്ഞിട്ടും ഈ രേണു ഒരു സ്റ്റോപ്പും വരുത്തിയിട്ടില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലൂടെ അങ്ങ് ഇട്ടുകൊടുക്കും, ജനങ്ങളെടുത്ത് കമന്റ് ഇടും, ഇവരെ നെഗറ്റീവ് ആക്കും. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം രേണു വേറൊരു പോസ്റ്റൂടെ ഇട്ടു. മക്കളെ, ഈ പോസ്റ്റ് നിങ്ങൾ എന്തുവായാലും ഒന്ന് കാണണം. അത് ഒരിക്കലും വേണ്ടായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഞാൻ ആ പോസ്റ്റ് ഒന്ന് വായിക്കാം. എന്റെ മോനെ ഋതപ്പൻ, മോന്റെ ആവശ്യം ഈ അമ്മയ്ക്ക് മാത്രമായിരിക്കും. എന്റെ മരണം വരെ എന്റെ ഋതപ്പനെ ആർക്കും വിട്ടുകൊടുക്കില്ല. അവൻ എന്റേത് മാത്രമായിരിക്കും. ആരും അവന്റെ പേരിൽ റീച്ച് ഉണ്ടാക്കാനോ സെന്റിമെന്റൽ ഗെയിം വർക്കൗട്ട് ചെയ്യാനോ നോക്കണ്ട, തരില്ല എന്റെ മോനെ. ഈ ഒരു കാര്യം രേണു പോസ്റ്റിലൂടെ ഇട്ടിരിക്കുകയാണ്. സുധിയും അതോടൊപ്പം തന്നെ ഋതപ്പനോട് ഉള്ള ഒരു ഫോട്ടോയും വെച്ചുകൊണ്ടാണ് ഈ രേണു ഈ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഇത് വളരെ കൃത്യമായിട്ടും ഈ പോസ്റ്റ് കാണുന്നവർക്കറിയാം ഇത് ഉദ്ദേശിച്ചിരിക്കുന്നത് കിച്ചുവിനെയാണെന്ന്. ഇതിന്റെ സത്യാവസ്ഥ എന്തെന്ന് നമ്മളൊന്ന് ഊഹിച്ചാൽ, സാധാരണ ഒന്ന് ഊഹിച്ചാൽ കാര്യങ്ങൾ മനസ്സിലാവും. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിഗ് ബോസിലേക്ക് ഇപ്പോൾ ഈ പറയുന്ന കിച്ചു സെലക്ട് ചെയ്യുന്നു എന്നുള്ള ഒരു വാർത്ത ഇങ്ങനെ പരക്കുകയാണ്. എന്തായാലും ബിഗ് ബോസ് സീസൺ 8 ഈ കിച്ചു കാണുമെന്നുള്ളതിന് 100% ഉറപ്പാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പറയുന്ന കിച്ചുവിനെതിരെ ഈ ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത്. അതായത് ഋതപ്പനെ വെച്ചിട്ട് നീ റീച്ച് ഉണ്ടാക്കണ്ടാടാ എന്ന് പറയുമ്പോൾ അത് പറഞ്ഞിരിക്കുന്നത് ആരെ കുറിച്ചാണ്? കിച്ചുവിനെ കുറിച്ച് തന്നെയാണ്. കിച്ചു ഇനി അഥവാ ഈ ഋതപ്പനെ വെച്ച് ഇനി അടുത്തൊരു വീഡിയോ ഇടുകയാണെങ്കിൽ ഈ കിച്ചുവിന് കുറച്ചൊക്കെ ഒരു സെന്റിമെന്റൽ കിട്ടും എന്നുള്ള ഒരു തോന്നൽ ഉള്ളത് കൊണ്ടായിരിക്കണമല്ലോ ഈ രേണു അങ്ങനെ ഇട്ടത്. അപ്പൊ രേണുവിന് എന്തോ ഈ കിച്ചുവിനോട് അടങ്ങാത്ത ദേഷ്യമാണ്. ദേഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ദേഷ്യമാണ്. ഇവിടെ കിച്ചു എന്തെങ്കിലും ഈ രേണുവിന് എതിരായിട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ഇപ്പൊ എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഞാനും അത് തന്നെയാണ് ഉറ്റുനോക്കുന്നത്. എടാ, ഇത്രമാത്രം ദേഷ്യം ഉണ്ടാകാൻ മാത്രം ഈ കിച്ചു ഈ രേണുവിനോട് എന്താണ് ചെയ്തത്? കിച്ചുവിന്റെ ലൈവ് സ്റ്റോറിയിലൂടെ ഒരു 20% പറഞ്ഞ അന്ന് രേണു കരഞ്ഞുകൊണ്ട് വന്നുകൊണ്ട് ഒരു കാര്യവും പറഞ്ഞിരുന്നു. 11ാമത്തെ വയസ്സിൽ എനിക്ക് കിച്ചുവിനെ കിട്ടിയതാണെന്നും ഞാൻ കുളിപ്പിച്ചിട്ടുണ്ടെന്നും അങ്ങനെ തുടങ്ങി പല കാര്യങ്ങളും ഈ രേണു പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ഇവർ തമ്മിൽ സംസാരിക്കാറായി. ഇപ്പൊ വേണ്ട റീസെന്റ് ഈ രേണുവിന്റെ അസുഖവുമായി ബന്ധപ്പെട്ട് കിച്ചു ചെല്ലുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് രേണു ഒരു വീഡിയോ ഇട്ടു. അത് കഴിഞ്ഞ് അതെന്തുകൊണ്ട് പോകുന്നില്ല എന്ന് സോഷ്യൽ മീഡിയ ചർച്ച വന്നപ്പോൾ ഈ കിച്ചു
ഒരു വീഡിയോ അങ്ങോട്ട് ഇട്ടു. അതിൻ്റെ അകത്ത് മറ്റേ നാക്കുകൊണ്ട് അമ്മാനമാടുന്ന വീഡിയോ ഒക്കെ വെച്ച് കാണിച്ചുകൊണ്ടാണ് കിച്ചു പറയുന്നത്. അതിൻ്റെ അകത്ത് കിച്ചു പറയുന്നുണ്ട്, റിതപ്പൻ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്താണ് അമ്മയെ തോന്നുന്നത്, അതുകൊണ്ട് ഇങ്ങനത്തെ വീഡിയോ ചെയ്യരുതെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് 2 ലക്ഷം രൂപയൊക്കെ കിട്ടുന്നുണ്ട്, ഞാനിത് തുടരും എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ഇടുകയും ചെയ്തിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ പറയുന്ന ഒരു കാര്യം നമ്മൾ കേട്ടത്. അതായത് ഈ പറയുന്ന രേണുവിന്റെ കൂട്ടുകാരനായിട്ടുള്ള അർഷാദ് പാല എന്ന് പറയുന്ന ഒരുത്തിന് ഒരു വീഡിയോ ഇട്ടത്. അതിൻ്റെ അകത്ത് അങ്ങാര് പറഞ്ഞൊരു കാര്യമുണ്ട്, എമർജൻസി സിറ്റുവേഷനിൽ ഹോസ്പിറ്റലിലാണ്, ഞാൻ ഹോസ്പിറ്റലിലാണെന്ന് വരുന്നത്, ഈ രേണു ഫാനിൽ എന്തോ ചെയ്തു, അത് എന്ത് പറയാ, അത് കാരണം സീരിയസ് ആണ്, കിച്ചുവാണ് ഇതിനെല്ലാം കാരണം, കിച്ചു ഈ പറയുന്ന അമ്മയെ മകനായിട്ട് കണ്ടിട്ടില്ല എന്നൊക്കെ തുടങ്ങി കുറെ കാര്യങ്ങളൊക്കെ പറയുകയുണ്ടായി. അത് കഴിഞ്ഞതിന് ശേഷമാണ് ബിഷപ്പിന്റെ ഒരു ഇന്റർവ്യൂ ഇവിടെ വരുന്നത്. അതിൻ്റെ അകത്ത് ബിഷപ്പ് രേണുവിനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. ഓക്കെ, അത് നമുക്ക് സമ്മതിക്കാം. ബിഷപ്പ് എന്ന് പറയുക എല്ലാ കുറ്റങ്ങളും ക്ഷമിച്ച് അവർ പരസ്പരം ക്ഷമയൊക്കെ പറഞ്ഞ് അവർ എന്താ പറയുക ഒന്നായി. ഓക്കെ, എല്ലാം നമ്മൾ അങ്ങ് സമ്മതിക്കുന്നു. എന്നാൽ അതിൻ്റെ അകത്ത് ബിഷപ്പ് പറഞ്ഞൊരു കാര്യമുണ്ട് കിച്ചുവിനെ കുറിച്ച് പറഞ്ഞ ആ ഒരു കാര്യം ഞാൻ എന്താ പറയുക, ആ ഒരു വീഡിയോ കഴിഞ്ഞൊരു വീഡിയോ ചെയ്ത് അതങ്ങ് വിട്ടു. അത് കഴിഞ്ഞതിന് ശേഷം ഒരു ഷോട്ട് എൻ്റെ ശ്രദ്ധയിൽ പെട്ടു. അത് പിന്നെയും എന്താ പറയാ പിന്നെ റിപ്പീറ്റ് കേട്ട സമയത്ത് എനിക്ക് കുറച്ച് സംശയങ്ങളും തോന്നുന്നുണ്ട്. എന്തായാലും അതൊന്ന് ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യണം. എന്തായാലും കേൾപ്പിക്കാം. ചിലപ്പോ പ്രായത്തിന്റെ അല്ല, അഹങ്കാരം. അങ്ങനെ തന്നെ കൊടുത്തോളൂ. അഹങ്കാരമായത് ഈ വീട്ടിൽ വന്ന അഹങ്കാരം കാണിക്കാൻ നോക്കത്തില്ല. കാരണം ഇവിടെ പല നാട്ടുകാരും നാട്ടിലുള്ള ആൾക്കാർ അതിനെപ്പറ്റി ഇപ്പൊ ചർച്ച ചെയ്തോളണം. വിവരങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ. ഞാൻ ഇപ്പോഴാണ് ഇതിനെപ്പറ്റിയൊക്കെ അറിയുന്നത്. ഈ പുള്ളിക്കാരൻ ഇങ്ങനെ പല കാര്യങ്ങളിൽ കേസിൽ പെട്ടെന്നൊക്കെ ഉള്ളവര് പോലീസുകാർ പറഞ്ഞായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ ഇവിടെ ബിഷപ്പ് പറയുന്ന ഒരു കാര്യം കേട്ടോ. ഇവിടെ നാട്ടുകാരൊക്കെ പറയുന്നുണ്ട്, ഇപ്പോഴാണ് ഞാൻ ഈ ഒരു കാര്യത്തെക്കുറിച്ച് അറിയുന്നത്, പോലീസുകാര് ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു എന്ന് ഇവിടെ ബിഷപ്പ് പറയുന്നുണ്ട്. അപ്പൊ അതെന്തായിരിക്കും? അതാണ് എന്നെ ഇതിലേക്ക് ഈ ഒരു വീഡിയോ ചെയ്യിക്കാനായിട്ട് പ്രധാനമായിട്ടും ഒരു എന്താ പറയുക ഒരു ഇൻസ്പിറേഷൻ തന്നത്. ഓക്കെ, ബാക്കിയുടെ കേൾക്കാം. പറഞ്ഞായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ പല കാര്യങ്ങൾ അറിയുന്നുണ്ട്. ഇവിടെ ഈ പുരയിടത്തിനകത്ത് അതൊന്നും നടക്കത്തില്ല. എന്തായിരിക്കും ഈ എന്റെ പുരയിടത്തിനകത്ത് ഇത് പറ്റത്തില്ല, ഇത് സാധിക്കത്തില്ല എന്ന് പറഞ്ഞത്? ഇതും ഈ അർഷാദ് പാല പറഞ്ഞ കാര്യവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അത് സംശയിക്കേണ്ടിയിരിക്കുന്നു. ബാക്കി ഇവിടെ നടക്കത്തില്ല. ഒന്നും ശരിയായ പ്രവണതയല്ല. എന്നെ ഇപ്പൊ ഈ വിഷയത്തിൽ എയറിൽ കയറ്റി വിട്ടാലും എനിക്ക് കുഴപ്പമില്ല. പറയുമ്പോൾ എനിക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു കുടുംബത്തെ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഇവിടെ ബിഷപ്പ് എന്തൊക്കെയോ പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഒന്നും പറയുന്നുമില്ല. അങ്ങനത്തെ സിറ്റുവേഷനിലാണ് ഈ ഒരു റീല് ഇങ്ങനെ കിടന്ന് ഓടുന്നത്. അതിൻ്റെ അകത്ത് ബിഷപ്പിനെ എല്ലാവരും കുറ്റം പറയുന്നുണ്ട്, ബിഷപ്പിനെ ഏറി കയറ്റുന്നുണ്ട്. കിച്ചുവിനെതിരെ പറഞ്ഞ കാര്യങ്ങൾ ഒട്ടും ശരിയായില്ല എന്ന് ഞാനും പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ ബിഷപ്പിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തിട്ടുള്ള ഒരാളായതുകൊണ്ട് തന്നെ ഞാൻ ബിഷപ്പിനെ നല്ല രീതിയിൽ തന്നെ വിമർശിച്ചിട്ടുണ്ട്. ഓരോ യൂട്യൂബറും ബിഷപ്പിനെതിരെ നല്ല രീതിയിൽ തന്നെ വിമർശിച്ചു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചുവിനെതിരെ അതുപോലെയാണ് ബിഷപ്പ് പറഞ്ഞത്. രേണുവിനെ ചേർത്ത് പിടിച്ചതൊക്കെ കൊള്ളാം, പക്ഷെ ബിഷപ്പ് കിച്ചുവിനെതിരെ പറഞ്ഞ കാര്യങ്ങൾ ആർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. ഇനിയും നിങ്ങൾ ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കി. ഇതിൻ്റെ അകത്ത് രേണു പറയുന്ന ഒരു കാര്യമുണ്ട്, അതുകൂടെ ഒന്ന് കേട്ടു നോക്കി. അതും ഇതോടെ കണക്ട് ചെയ്യുമ്പോൾ എന്തോ ഒരു സംഭവം അവിടെ ഉണ്ട് മക്കളെ, ഉണ്ട്. ചെറുപ്പത്തിൽ അനുഭവിച്ച കാര്യങ്ങൾ വരെ നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതൊന്നും ചെറുപ്പത്തിൽ അനുഭവിച്ച കാര്യങ്ങൾ വരെ നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതൊന്നും പുറത്തു വിടുന്നില്ല കിച്ചു. ഞാൻ അങ്ങനത്തെ ഒരു അമ്മയല്ല, ഞാൻ അങ്ങനത്തെ ഒരു സ്ത്രീ അല്ല. ഇനിയെങ്കിലും എന്നെ വെറുതെ വിടുക. ഞാൻ ക്യാൻസർ രോഗമായിട്ട് ഞാൻ മല്ലിടുവാണ്. എനിക്ക് എന്റെ ഹൃദയത്തിന് വേണ്ടിയിട്ട് ജീവിച്ചേ പറ്റത്തുള്ളൂ. എന്നെ വെറുതെ വിട് കിച്ചു. കിച്ചു എന്നെ വെറുതെ വിട്. പിന്നെ നമുക്ക് രണ്ടുപേർക്കും അറിയുന്ന പല കാര്യങ്ങളുണ്ട് അല്ലെ കിച്ചു? ഫ്യൂച്ചർ വരെ ബാധിക്കുന്ന കാര്യങ്ങളുണ്ട്. സോ അതെന്നെ കൊണ്ട് പറയിപ്പിക്കരുത് കിച്ചു. എന്റെ കുഞ്ഞ് നിന്നെ ചേട്ടനായിട്ട് കണ്ടുപോയി. ഇനി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കിച്ചു. ഇവിടെ നിങ്ങൾ കേട്ടോ, കിച്ചു നമുക്ക് രണ്ടുപേർക്കും അറിയുന്ന പല കാര്യങ്ങളുമുണ്ട്, അത് എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. നിന്റെ ഫ്യൂച്ചറിനെ വരെ ബാധിക്കുന്ന കാര്യങ്ങളാണ് അത് എന്ന് പറഞ്ഞുകൊണ്ട് രേണു ഭീഷണിപ്പെടുത്തിയ ഈ ഒരു ഭീഷണി ഇതെടുത്ത് നമ്മൾ ഓരോരുത്തരും വീഡിയോ ചെയ്തതാണ്. രേണു എന്തിനാണ് പഴയ കാര്യങ്ങൾ വെച്ച് ഈ പറയുന്ന കിച്ചുവിനെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നത് എന്നുള്ള ഒരു കാര്യം നമ്മൾ പറഞ്ഞ് ഈ വീഡിയോ ചെയ്തിട്ടുമുണ്ട്. എന്നാൽ ഇതിൻ്റെ അകത്തും എന്തൊക്കെയോ ഒളിഞ്ഞു കിടപ്പുണ്ട് മക്കളെ. ഇത് വാ തുറന്ന് രേണു തന്നെ പറയണം കൃത്യമായിട്ട് എന്താണ് എന്നുള്ള കാര്യം. ഇല്ല എങ്കിൽ രേണുവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരെങ്കിലും പറയണം എന്താണ് ആ ഒരു കാര്യം. ഇല്ല എങ്കിൽ കിച്ചു വന്നിട്ട് ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ പറയണം. ഇവിടെ ഒരു വിഷയം ഒളിഞ്ഞു കിടപ്പുണ്ട്. അർഷാദ് പാല എന്ന് പറയുന്ന ഈ പറയുന്ന രേണുവിന്റെ കൂട്ടുകാരൻ എന്ന് അവകാശപ്പെടുന്ന അവൻ പറഞ്ഞ ആ ഒരു കാര്യം, ഈ ഒരു കാര്യം
ബിഷപ്പ് പറഞ്ഞ ഒരു കാര്യം ഇതെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ എന്തോ ഒരു സംതിങ് മിസ്റ്റേക്ക് ഉണ്ട് മക്കളെ. എന്റെ പൊന്നു പ്രേക്ഷകരെ, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങൾ കമന്റ് ചെയ്യണം. ഞാൻ പറയുന്നത് അത് എന്തായാലും അതിലെന്തൊക്കെയോ ഒരു പൊരുളുണ്ട് മക്കളെ, എന്തൊക്കെയോ ഒരു പൊരുളുണ്ട്. രാഹുൽ ദാസിനെ പറ്റി എന്നെ പറ്റി പറയുന്നല്ലോ സസ്പെൻഷൻ. ഞാൻ സസ്പെൻഷൻ അല്ലേ തുടങ്ങുള്ളൂ നിയമപരമായിട്ട്. നിയമവിരുദ്ധമായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ. കിച്ചു, നീ ഇപ്പോഴല്ലേ 1 വർഷമായിട്ടല്ലേ നീ ഇപ്പം സ്വന്തം കാര്യം നിൽക്കാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഇതിന് മുന്നേ ഒരു രാഹുൽ ദാസ് ഉണ്ടായിരുന്നു. ചിങ്ങവനം ഭാഗം, കൊല്ലാട് ഭാഗം, അതുപോലെ ഈ പൊങ്ങന്താനം, ഈ തൃക്കൊടുത്താനം പോലീസ് സ്റ്റേഷൻ, വാകത്താനം പോലീസ് സ്റ്റേഷൻ ഒന്ന് തിരക്കി നോക്ക് രാഹുൽ ദാസിനെ പറ്റി. അറിയാനുള്ളവരോടാണ് ഞാൻ പറയുന്നത്. എന്നെ കുറ്റപ്പെടുത്തുന്നവരെ. എന്തായാലും രേണുസുതി അങ്ങനെ ഒരു നിയമവിരുദ്ധമായിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനെയുള്ളവർ കുറച്ചും കൂടെ അറിയണമെങ്കിൽ ആ പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ആ നാട്ടിലോ കൊല്ലാട് നാട്ടിലോ ഒന്ന് കിച്ചുനെ പറ്റി, രാഹുൽ ദാസിനെ പറ്റി തിരക്കി നോക്കും. അപ്പൊ എനിക്കതും പറയാറുണ്ടല്ലോ രാഹുൽ. ഇവിടെ രേണു പറയുന്നുണ്ട് വാകത്താനം, പൊങ്ങന്താനം, തൃക്കൊടിത്താനം പോലീസ് സ്റ്റേഷനിലൊക്കെ ഒന്ന് തിരക്കി നോക്ക്, നിങ്ങൾക്കറിയാമെന്ന്. അവിടെയൊക്കെ ചെറുതായിട്ടൊന്ന് നമ്മളൊന്ന് പരിശോധിക്കുന്നുണ്ട്. എന്താണ് സംഭവം, എന്താണ് അതിന്റെ സത്യാവസ്ഥ? ഞാൻ നിങ്ങളിലേക്ക് അത് എത്തിക്കുക തന്നെ ചെയ്യും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയോ ഒരു സംഭവം ഒളിഞ്ഞു കിടപ്പുണ്ട് മക്കളെ. അതുകൊണ്ട് തന്നെ അത് പുറത്തു വരണം. അത് മാത്രവുമല്ല, കിച്ചുവിനെ ഇങ്ങനെ എന്താ പറയുക ഒരു പ്രഷറിൽ നിർത്തുന്നത് നല്ല കാര്യമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ആ കാര്യം എന്തെന്നുള്ള കാര്യം രേണു പറയണം. ഇല്ല എങ്കിൽ രേണു എന്ത് പറയണം, വായടച്ചു വെച്ച് സ്വന്തം മകനെന്ന് കാണുന്ന കിച്ചുവിനെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കാതെ ഇരിക്കണം. അതൊന്നുമല്ല ഇവിടെ ചെയ്യുന്നത്. ബിഷപ്പ് ആയിക്കോട്ടെ, ഈ പറയുന്ന രേണു ആയിക്കോട്ടെ, കിച്ചുവിനെ സോഷ്യൽ മീഡിയയിൽ വലിച്ചു കയറാനായിട്ട് ഇട്ടിട്ട് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുമ്പോൾ അതിൻ്റെ അകത്ത് എന്താണ് സത്യാവസ്ഥ, എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം പുറം ലോകം അറിയുക തന്നെ വേണം. ഇവിടെ ഇപ്പോൾ ഈ കിച്ചു എന്ന് പറയുന്ന ഈ പയ്യന് എന്താ പറയുക എല്ലാ പ്രൊഡക്ഷൻ ലിസ്റ്റിലും അവന്റെ പേര് വരുന്നുണ്ട്. ബിഗ് ബോസ് സീസൺ 8 അവൻ ചിലപ്പോ എന്നല്ല, അവൻ വരാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അപ്പോഴാണ് ഈ പറയുന്ന രേണു ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്, എന്റെ മകൻ അവകാശം ഞാൻ മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കാര്യം കൂടെ രേണു പറഞ്ഞു വെക്കുന്നത്. അപ്പൊ എല്ലാം കൂടെ പിന്നൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, എന്റെ മകനെ വെച്ചുകൊണ്ട് ഒരു സെന്റിമെന്റൽ കളി കളിക്കണ്ട എന്നുള്ള രീതിയിലും ഇവിടെ രേണു അതിനകത്ത് കുറിക്കുന്നുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഋതപ്പന് ബന്ധപ്പെട്ട് സുധിയുമായിട്ട് സുധി അച്ഛനാണല്ലോ, അപ്പൊ ആ ബ്ലഡുമായിട്ട് റിലേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ ഋതപ്പൻ മാത്രമാണ് കിച്ചുവിന് ബന്ധമായിട്ടുള്ളത്. പിന്നെ അച്ഛനും അമ്മയുമാണ്. അങ്ങനെ ഈ രേണുവിനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ അടുത്ത ബന്ധമുള്ളത് ഋതപ്പനാണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം കൂടെ കണക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ രേണുവിന്റെ വീട്ടിൽ കുറെ പേര് വന്ന് രേണുവിനെ കാണാനായിട്ടൊക്കെ വരുന്നു. ഡോക്ടർ ഒത്തിരി പറഞ്ഞിട്ടുണ്ട് രേണുവിനോട് ഇതൊന്നും അരുതെന്ന്. കാരണം അത് ഈ രേണുവിന്റെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് അത് നല്ലൊരു കാര്യമല്ല. പക്ഷെ എല്ലാവരും വരുന്നു, രേണു സ്വീകരിക്കുന്നു, രേണുവിന് സെൽഫി എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു. എന്താ പറയുക, ഞാനൊരു കമന്റ് കണ്ട പോലെ തന്നെ ഓരോ സെൽഫിക്കും ഇത്ര രൂപ എന്ന് പറഞ്ഞുകൊണ്ട് മേശയിൽ നേർച്ചപ്പെട്ടിയിൽ പണം ഇട്ടിട്ട് പോകുന്ന പോലെ തന്നെ എല്ലാവരും അങ്ങനെ ചെയ്യുന്നു. ആൾക്കാരൊക്കെ പണം കൊടുക്കുന്നു. പിന്നെ രേണു പറയുന്നുണ്ട്, ഞാൻ ഇനിയും എന്താ പറയുക പ്രൊമോഷൻ ചെയ്യും, അങ്ങനെ ചെയ്യും, പഴയ പോലെ ഞാൻ ഇനിയും തുടരുമെന്നൊക്കെ പറയുന്നുണ്ട്. ജീവിക്കാൻ വേണ്ടി അവരുടെ തൊഴിലുകൾ സൗഖ്യമായതിന് ശേഷം ചെയ്യട്ടെ, അതിനൊന്നും ഇവിടെ ഒന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ സബ്സ്ക്രിപ്ഷനിൽ കാണിച്ച അതുപോലത്തെ ആ തുണിയടിക്കൽ വീഡിയോകളൊക്കെ ആണെങ്കിൽ ഞങ്ങൾ എടുത്ത് ഏറി കയറ്റിക്കളയും, അത് ഉറപ്പാണ്. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. രേണുസുതി മുടിയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഋതപ്പന്റെ ആവശ്യപ്രകാരമാണ് അത് വെച്ചതെന്നാണ് രേണു പറയുന്നത്. അതുകൂടെ ഒന്ന് കേട്ടു നോക്കിയേ. കാരണം ഋതപ്പന് അത് എന്താ പറയുക അങ്ങനെ മുടി വെച്ച് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് മുടി വെക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രേണു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതൊന്ന് കണ്ടുപോയി. ഋതപ്പന് ഭയങ്കര വിഷമായിരുന്നു. ഞാൻ എന്റെ വീഡിയോയിൽ പറയുന്നുണ്ട്, അമ്മയുടെ പഴയ മുടിയായിരുന്നു. എന്നിട്ട് എനിക്ക് ഫോട്ടോസ് കൊണ്ട് കാണിക്കാം, അമ്മ ഇതുപോലെ ആകണേ എന്ന്. അപ്പം എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു അങ്ങനെ കേൾക്കുമ്പോഴത്തേന്. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ തന്നെയല്ല, നമുക്കിപ്പോൾ അതിനുള്ള ഇതൊന്നും ഇല്ല. ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ ICUലായിരുന്നു ഇത്രയും ദിവസം. ഒരുപാട് പേര് എന്നെ, ഒരുപാട് നല്ല ആളുകൾ എന്നെ വന്ന് കാണുകയും സഹായമൊക്കെ ചെയ്യുകയും ചെയ്തു. അപ്പം ഞാൻ ഇങ്ങനെ ഇരിക്കുമായിരുന്നു, മരുന്നൊക്കെ ആയിട്ടിരിക്കും. അപ്പോഴാണ് ഇവരെന്നെ വിളിച്ച് കോൺടാക്ട് ചെയ്തത്. എനിക്ക് ഒരുപാട് സന്തോഷം. എന്തായാലും ഞാൻ നിങ്ങളെ അത് ചെയ്യുന്നതും ഔട്ട്പുട്ടും ഒക്കെ കാണിച്ചു തരാം. ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഒത്തിരി ഹെയർ പോണ വീഡിയോ ഒക്കെ ഞങ്ങൾ കണ്ടു. അപ്പോൾ ഇതിന്റെ MD ഡയറക്റ്റ് വിളിച്ചിട്ട് അവർക്ക് ഒരു സഹായം എന്നുള്ള നിലക്ക് ഒരു വിഗ് വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ നമുക്ക് ഒരു വിഗ് വെക്കാൻ വേണ്ടി പോകണം. അപ്പൊ നമ്മുടെ രേണുസുതി ഇപ്പൊ ഹെഡ്സ് കോട്ടയത്തിലോട്ട് വന്നു. ഓക്കെ, എന്തായാലും രേണു ഇപ്പൊ മുടിയൊക്കെ വെച്ച് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. ഋതപ്പന് വേണ്ടിയിട്ടാണെന്ന് പറയുന്നു. പിന്നെ അത് മാത്രമല്ല, ഇവിടെ ഈ രേണുവിന് മുടി വെച്ച് കൊടുത്ത ആൾക്കാർ രേണുവിന്റെ മുടി പൊഴിഞ്ഞു പോകുന്നത് കണ്ടിട്ട് അവരങ്ങനെ ചെയ്തതാണെന്നൊക്കെയാണ് അതിൻ്റെ അകത്ത് പറയുന്നത്. പക്ഷേ ഈ ക്യാൻസർ ബാധിതരായിട്ടുള്ള ആൾക്കാർ കീമോ ചെയ്യുമ്പോൾ എല്ലാവരുടെയും മുടി പോകുന്നുണ്ട്. അവർക്ക് ആർക്കും പോയിട്ട് ഈ പറയുന്നവരെ മുടി ഫിക്സ് ചെയ്ത് കൊടുക്കാനോ ഒന്നും അവർ ശ്രമിക്കുന്നില്ല. രേണുവിന് മാത്രമല്ല മുടി പോകുന്നത്, മറ്റെല്ലാവർക്കും പോകുന്നുണ്ട്. അവർക്കൂടൊക്കെ ഒന്ന് ഫ്രീ ആയിട്ട് വെച്ച് കൊടുക്കാനുള്ള ഒരു മനസ്സൂടെ കാണിക്കണം. ഇവിടെ സെലിബ്രിറ്റി ആയതുകൊണ്ടും എന്താ പറയുക, രേണു സെലിബ്രിറ്റി സ്റ്റാറ്റസ് നിൽക്കുന്ന ആളായതുകൊണ്ടും മാത്രം നിങ്ങളത് ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ കടയുടെ പ്രൊമോഷൻ മാത്രമാണ്.
അല്ലാതെ നിങ്ങൾ എന്താ പറയുക, അത് കണ്ടുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ചെയ്തു എന്നുള്ളൊരു കാര്യമൊന്നും നിങ്ങൾ പറയണ്ട. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന നമ്മുടെ കേരളത്തിൽ തന്നെ, നിങ്ങളുടെ ഈ പറയുന്ന കോട്ടയം ജില്ലയിൽ തന്നെ എത്രയോ ആൾക്കാരുണ്ട് ഇതുപോലെ. അവർക്കൊക്കെ ഒന്ന് മുടി ഫിക്സ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു മനസ്സൂടെ നിങ്ങൾ കാണിക്കണം. പിന്നെ രേണുവിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഈ പറഞ്ഞ കാര്യങ്ങൾ, ബിഷപ്പ് പറഞ്ഞ കാര്യങ്ങൾ, കിച്ചുവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ പുറത്തു വരണം. ഇല്ല എങ്കിൽ രേണു തന്നെ അത് പറയണം, കിച്ചു പറയണം, നിങ്ങൾ വാ തുറക്കണം. ഇല്ല എങ്കിൽ മിണ്ടാതെ കിച്ചുവിനെ വലിച്ചു കീറാൻ ഇട്ടുകൊടുക്കാതെ അവനവന്റെ കാര്യം നോക്കിക്കൊണ്ട് ജീവിക്കണം. അതാണ് ഇവിടെ വേണ്ടത്. അല്ലാതെ നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇട്ടുകൊടുത്ത് ഈ പറയുന്ന കിച്ചു അതൊക്കെ വിട്ടിട്ടുണ്ടാവാം. അവൻ ചെറുപ്പകാലത്ത് ചെയ്തിട്ടുള്ള, അവൻ എന്തെങ്കിലും വൃത്തികേടുകളോ അല്ലെങ്കിൽ എന്താണോ അന്ന് സംഭവിച്ചിട്ടുള്ളത്, അതൊക്കെ വിട്ടിട്ട് അവൻ അവൻ്റെതായിട്ടുള്ള ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ പിന്നെയും അവനെ എന്താ പറയുക, ആ ഒരു നാശത്തിലേക്ക് വലിച്ചിടുന്ന രീതിയിലേക്ക് പോകുകയാണെങ്കിൽ അത് നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല. കാരണം നമ്മുടെയൊക്കെ അനിയന്റെ പ്രായമേ ഉള്ള ചെറുക്കനെ. അതുകൊണ്ടാണ് രേണുവിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കൃത്യമായിട്ടും ക്ലിയർ ആയിട്ടും പറയണം. അല്ല എങ്കിൽ ഞാൻ വളർത്തിയ മകനാണ്, ഞാൻ കുളിപ്പിച്ച മകനാണ് എന്ന് പറയുന്ന രേണു ഒരക്ഷരം ആ ചെറുക്കന് ഇതായിട്ട് പറയരുത്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഫോൺ വിളിച്ചിട്ട് അവനോട് സംസാരിക്കണം. അതിന് നിങ്ങൾക്കുള്ള അധികാരമുണ്ട്. നിങ്ങൾക്ക് അധികാരമുണ്ട്. തിരിച്ച് കിച്ചുവിനും അധികാരമുണ്ട്. അതാണ് ചെയ്യേണ്ടത്. ബിഷപ്പ് ആ ഒരു ഇന്റർവ്യൂവിൽ അങ്ങനെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് കേട്ടോ. ഈ ഒരു കാര്യം എന്തിനാണ് സോഷ്യൽ മീഡിയയിൽ ഇട്ട് ഇങ്ങനെ ചർച്ച ചെയ്യുന്നത്, അവർക്ക് പരസ്പരം വിളിച്ചത് ക്ലിയർ ചെയ്യരുതായിരുന്നോ എന്നൊരു കാര്യം കൂടെ ബിഷപ്പ് അതിൽ പറയുന്നുമുണ്ട്. എന്നാൽ ബിഷപ്പ് പറഞ്ഞ പല കാര്യങ്ങളും കേൾക്കുന്ന എല്ലാവർക്കും അങ്ങോട്ട് ദഹിക്കാനായിട്ട് പറ്റുന്നതല്ല. അതുകൊണ്ട് തന്നെ ബിഷപ്പ് ഇപ്പോൾ എയറിലാണ്. എന്താണ് പ്രേക്ഷകരെ, നിങ്ങൾക്ക് തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മസ്റ്റായിട്ട് കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും